ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ CB ഷൈനാണ് വണ്ടി വർക്കിനായിട്ടിട്ടുണ്ട്. നമുക്കതിനകത്ത് കംപ്ലയിൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം, പെട്രോൾ മീറ്റർ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്യണം. അതായത് പഞ്ചിങ് ടൈപ്പ് നമ്പർ പ്ലേറ്റ് ആക്കണം. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യണം, ബ്രേക്ക് ചെക്കപ്പ്, ജനറൽ സർവീസ്, ക്ലച്ച് ചെക്കപ്പ്, കീ സെറ്റ് മാറ്റാനുണ്ട്. അതേപോലെ ഹെഡ്ലൈറ്റ് അസംബ്ലി ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ടൈലൈറ്റ് ഗ്ലാസ് മാറ്റാം. ഇത്രയായിട്ടാണ് മെയിനായിട്ട് പറഞ്ഞത്. അതിനകത്ത് കുറച്ച് ഐറ്റംസ്, അതായത് ടൈലൈറ്റ് ഗ്ലാസ്, അതേപോലെ കീ സെറ്റ് ഐറ്റംസൊക്കെ നമുക്ക് ഓൾറെഡി സ്റ്റോക്കിലുണ്ടാവില്ല. അത് നമ്മൾ ഇങ്ങനെ വന്ന കേസിൽ നമ്മൾ ഓൾറെഡി മുൻകൂട്ടി വരുത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ വർക്കിന് കയറ്റാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി കീ സെറ്റ്, ഈ ടൈലൈറ്റ് അസംബ്ലി, ഹെഡ്ലൈറ്റിൻ്റെ കേസൊന്നും നമുക്ക് ഓൾറെഡി സ്റ്റോക്കിലില്ല. അത് നമ്മൾ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ ഐറ്റം നമുക്ക് വരുത്തി വെച്ചിട്ട് വണ്ടി കയറ്റാം. അപ്പോൾ അതായിരിക്കും ശരി. ഇങ്ങനെ വന്ന കേസിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിളൊന്നും വർക്കിംഗ് അല്ല. വണ്ടി സ്റ്റാർട്ടിങ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട് സ്റ്റാർട്ട് ആവാനായിട്ട്. അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ പ്രോബ്ലംസ്. നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷൻ നിസ്സാരം കൂടി ഓടാനുള്ളൂ. അപ്പോൾ അത് നോർമലി വെച്ചൊക്കെ ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സസ്പെൻഷൻ ലൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബാക്കിലത്തെ വീൽ വരുന്ന സസ്പെൻഷൻ ലൂസ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി ബാക്ക് സൈഡ് ഒരു ഷിവറിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ ഈ സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും വെക്കുമ്പോഴത്തേക്കും വണ്ടി ചെരിഞ്ഞ് മറിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഐറ്റം നമുക്ക് സ്റ്റോക്കിലുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ CBZ എക്സ്ട്രീമിൻ്റെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് നമുക്ക് സ്റ്റാർട്ടാനുള്ള ഒരു ലെഗ് കാര്യങ്ങൾ വരും. അടിയിൽ കുറച്ചും കൂടി ഒരു പ്ലേറ്റ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഇതിനേക്കാളും കുറേ കൂടി കംഫർട്ടായിരിക്കും ആ സ്റ്റാൻഡ്. കാരണം അത് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. വലിയ പഴക്കമായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാറ്ററിയിലും വലിയ പഴക്കം തോന്നണില്ല. ടെർമിനലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് കവർ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം. പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഫ്യൂൽ ഫ്ലോട്ടിൻ്റെ ആണ്. അതും ഈ പറഞ്ഞ രീതിക്കുള്ള സ്റ്റോക്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ടേക്കാം. എന്നാൽ മാറ്റിയാലാണ് അത് വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. ചോക്ക് കേബിളിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്ററിനകത്ത് ചോക്കിൻ്റെ യൂണിറ്റ് ഫുള്ളായിട്ട് സ്റ്റക്കായിട്ടിരിക്കുക. അത് അഴിച്ച് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് അഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചോക്ക് അസംബ്ലി അടക്കം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ചോക്ക് സ്റ്റാർട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അത് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അഴിച്ച് കിട്ടിയില്ല, പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ക് വർക്കിംഗ് അല്ലാത്ത രീതിയിലേക്ക് അത് ഉള്ളിലേക്ക് താത്തി, ചോക്ക് ഓപ്പൺ ആയിരിക്കുന്നത് ഉള്ളിലേക്ക് താത്തി ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനത് അഴിച്ചാൽ കിട്ടുമെന്ന് നമുക്ക് അതിൻ്റെ WD-40 ഒക്കെ അടിച്ചിട്ട് നമുക്ക് അഴിച്ച് കിട്ടുമെന്നുള്ള ദിവസം നോക്കാം. നടപടി ആയില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നോ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കേണ്ടി വരും, അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ചോക്കില്ലാത്ത രീതിയിലേക്ക് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചോക്കില്ലാത്ത രീതിയിലേക്ക് ആക്കുമ്പോൾ വണ്ടി രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ചോക്ക് ഇട്ടാലാണ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുള്ളൂ. ആ ഒരു ഫംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രോബ്ലംസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗം, നമ്മൾ ത്രോട്ടിൽ ബോഡിയുടെ ഈ ഭാഗം അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഹെഡ് കവറിൻ്റെ ഭാഗത്തൊക്കെ, ഹെഡിനകത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോവുക, കിക്കറടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവാതെ വരിക, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിലവിൽ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയിട്ട്, ഇത് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം നമുക്ക്. പിന്നെ ഈ സൈഡിൽ ബൂട്ട് പോയിട്ടുണ്ട്, അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞാൽ സെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ഓൾറെഡി നമുക്ക് അതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്ന് ഓടണമുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പാഡ് സെറ്റ് ഫുള്ള് തീർന്നേക്കാണ്. ഇവിടെ സൈഡ് കയറി ടച്ച് ആയേക്കുന്നത് കാണാനും പറ്റും. ഡിസ്ക് പ്ലേറ്റ് ഇതുമ്പോൾ ടച്ച് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ ഈ ബ്രേക്ക് പാഡ് സെറ്റ് അസംബ്ലി ഫുള്ളായിട്ട് മാറണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ യൂണിറ്റ് സ്മൂത്തായിട്ടല്ല വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങനെ ടൈറ്റ് വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് പുതിയത് ഇട്ടാലും നമുക്കതിന് ലൈഫ് കിട്ടില്ല. പെട്ടെന്ന് അത് കംപ്ലയിൻറ്റിലേക്ക് പോകും, പെട്ടെന്ന് ഉപയോഗിച്ച് തീരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അങ്ങനെ വന്ന കേസിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് തൽക്കാലം മാറ്റാണ്ട് മാർഗ്ഗമില്ല. അപ്പോൾ തൽക്കാലം ബ്രേക്ക് പാഡ് മാറ്റാം. അതിനുശേഷം എപ്പോഴെങ്കിലും ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിലാണ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കാരണം നമുക്കത് ഓൾറെഡി ബുക്ക് ചെയ്ത് സമയമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. കാരണം അത് രാവിലെ വെച്ചാൽ ഒരു പക്ഷേ വൈകിട്ട് കിട്ടിയെന്ന് വരിക. അപ്പോൾ അങ്ങനെ ഒരു ദിവസമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ബ്രേക്ക് പാഡ് നമുക്ക് മാറ്റാതെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ബ്രേക്ക് പാഡ് എഴുതുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റനേഴ്സ് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ റെഡിയാക്കാം. അപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. വീഡിയോ സഹിതം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. എന്നിട്ട് ആ രീതിയിൽ വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ അടിഭാഗം പൊട്ടിയേക്കണതല്ല നിലവിൽ പ്രശ്നം. ഈ വൈസർ ഉണ്ടല്ലോ, റെഡ് വൈസർ പൊട്ടിയേക്കണതാണ് കേട്ടോ. അത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾട്ടൊക്കെ ചാടി പോയിട്ടുണ്ട്. തൽക്കാലം ഒരു വാഷിട്ട് സെപ്പറേറ്റ് അതിൻ്റെ ബോൾട്ട് കൊടുത്തിട്ട് നമുക്ക് ബലപ്പെടുത്തി നിർത്താം. ഹെഡ്ലൈറ്റ് അസംബ്ലി അല്ല ശരിക്കും ഡാമേജ്, പൊട്ടിയേക്കുന്നത് വൈസറാണ് കേട്ടോ. അപ്പോൾ അത് ഷെയ്ക്കില്ലാത്ത രീതിയിലേക്ക് പിടിപ്പിച്ചോളാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ടൈലൈറ്റ് അസംബ്ലി കീസെറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വരുത്തിയിട്ട് മാറ്റണമായിരിക്കും ബെറ്റർ കേട്ടോ. അത് ഓൾറെഡി സ്റ്റോക്കിലുണ്ടായത് ഒരു സ്ഥലത്തും തപ്പിയാൽ കിട്ടാൻ സാധ്യത കുറവാണ്. അത് നമ്മളങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി RC ബുക്കിൻ്റെ കോപ്പിയൊക്കെ കൊടുത്ത് എന്നാൽ നമുക്ക് കറക്റ്റ് ആ ചേസ് നമ്പർ എഞ്ചിൻ നമ്പറൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് പോവാം, നമുക്ക് സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടിട്ട് പോവാം. എന്നിട്ട് ഐറ്റം വന്നു കഴിയുമ്പോൾ വരുത്തി മാറ്റണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടണം. എന്നിട്ട് ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.